എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചണ മസാലക്കറിയാണ്. അത് ചണ മസാലക്കറി എന്ന് പറഞ്ഞാൽ വേണ്ട വെള്ളപ്പട്ടാണി അത് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് 2 പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വേവാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ചണ മസാല കറിക്ക് വേണ്ടി ഞാൻ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കടായി അടപ്പേ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി എണ്ണ ചൂടായി. അപ്പം നമുക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്താൽ നമ്മൾ ചണ വെളുത്ത കടല വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഉപ്പ് നോക്കി നോക്കി വേണം നമ്മൾ ചേർക്കേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റാം എല്ലാം കൂടി ചേർത്ത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല, എരിവുള്ള പച്ചമുളകായിരുന്നു നമ്മൾ പട്ടാണി വേവിച്ചപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാം. സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പം മുളക് പൊടി ഏതായാലും നടക്കും, ഇത് വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അപ്പം അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചു കൊണ്ടുവരാം. വഴറ്റിയ സവാളക്കൂട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പാൻ അടപ്പേ വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു തേജ്പത്ത ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അരപ്പ് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചണ ചേർത്ത് കൊടുക്കാം. തിളച്ച അരപ്പിലോട്ട് വേവിച്ച് വെച്ചിരുന്ന ചണ ചേർത്ത് കൊടുത്ത് അല്പം മല്ലിയിലയും കൂടി ഇട്ട് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്, എല്ലാം കറക്റ്റിനുണ്ട്. നല്ല മണം വരുന്നുണ്ട്, മണം പോലെ നല്ല രുചിയുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇത്രയും സ്വാദിഷ്ടമായ ഒരു മസാലക്കറി ഞാൻ ഈ അടുത്തിടെ എങ്ങും കൂട്ടിയിട്ടില്ല. അത്ര രുചികരമായിട്ടുള്ള കറിയാണ്. നമുക്ക് തേങ്ങയുടെ ആവശ്യമില്ല, തേങ്ങ വറുത്തരച്ച ടേസ്റ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്.
വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്ക്. പിന്നെ തുടരെ നമ്മളിത് ഉണ്ടാക്കി കഴിക്കും. അത്ര നല്ല രുചിയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് കഴിക്കാൻ എടുക്കുന്നോ അതിനെല്ലാം പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇതിന് പപ്പടമോ മുട്ടയോ സൈഡ് ഡിഷായിട്ട് അതൊക്കെ മതി. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ പൊക്കി പൊക്കി പറയുമല്ല, അത് ടേസ്റ്റിൻ്റെ കൂടുതൽ കൊണ്ട് ഞാൻ പറയുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം മറക്കാതെ ചെയ്യണേ.